ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇറ്റ് ഇസ് മീ സെയ്ദ് ഷഹീർ ഫ്രം പെപ്പ് ലേണിംഗ്. അപ്പോൾ നമ്മളെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് അല്ലേ, CUT PG അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റികൾ, എൻ്റെ കോഴ്സ് അവിടെ ഉണ്ടോ, എനിക്ക് ഏത് യൂണിവേഴ്സിറ്റിയാണ് എന്നുള്ളത് അന്വേഷിച്ച് നടക്കുകയാണ്. പെപ്പിൻ്റെ PG അപ്ഡേറ്റ് സീരീസിൽ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഡീറ്റെയിൽഡ് കോഴ്സുകൾ, എലിജിബിലിറ്റീസ്, അഡ്മിഷൻ പ്രോസസ്സ്, എവറിത്തിങ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് മിസ്സാക്കിയ ആൾക്കാർക്ക് പെപ്പിൻ്റെ യൂട്യൂബ് ചാനലിൽ, പെപ്പ് ഓൺലൈൻ യൂട്യൂബ് ചാനലിൽ പോയാൽ ഓരോ യൂണിവേഴ്സിറ്റികളെയും കാണാൻ സാധിക്കും. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയിലുള്ള നമുക്ക് ചോയ്സ് ഉള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്, തിരുവാഴൂർ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. നമ്മളെ കോയമ്പത്തൂരിൽ നിന്നൊക്കെ ഏകദേശം ഒരു 270 കിലോമീറ്ററൊക്കെ ദൂരെയാണ്, കുറച്ച് പോകാനുണ്ട്. ഓക്കെ, ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ, ട്രെയിൻ സർവീസൊക്കെ ഉള്ള തിരുവാഴൂർ ജംഗ്ഷൻ എന്ന് തന്നെ ജസ്റ്റ് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്ടിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, ഞാൻ അന്വേഷിക്കുന്ന കോഴ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കാം. പ്രത്യേകിച്ച് നമ്മളെ ഈ ഒരു സൗത്ത് ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും അഡ്മിഷൻ എടുക്കണം എന്നൊക്കെ നോക്കുന്ന ആളുകൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും നല്ല അടിപൊളി വെബ്സൈറ്റാണ് അല്ലേ, ആരൊക്കെ ഡ്രോപ്പ് ബോക്സ് ഇടുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അവരുടെ വെബ്സൈറ്റിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് അഡ്മിഷൻ 2025-26 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്താൽ നേരെ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് പോകും. ആ ഒരു പേജിലുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓരോന്നും, അതായത് അഫിഡവിറ്റിൻ്റെ ഫോർമാറ്റും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടതെന്നുള്ളതും രജിസ്ട്രേഷൻ്റെ ലിങ്കും ഒക്കെ. അപ്പോൾ നമുക്ക് ഏതായാലും ഫസ്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷൻസിലേക്ക് പോവാം. നോട്ടിഫിക്കേഷനിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടുവിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അല്ലേ, എല്ലാ വീഡിയോയിലും ഞാനിങ്ങനെ ഈ ഒരു ലാസ്റ്റ് ഡേറ്റ് ആദ്യം തന്നെ കാണിക്കുന്നത്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, അത് എഴുതി വെച്ചോ. ഓക്കെ, ജൂൺ 9 നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്ടിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. നോക്കാം, അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് OBC ജനറൽ കാറ്റഗറി EWSനൊക്കെ 250 ആണ് വരുന്നത്. ഓക്കെ, രജിസ്ട്രേഷൻ ഫീസ് 250 ആണ് വരുന്നത്. പ്രോഗ്രാം സെലക്ഷൻ 100 റുപ്പീസും. അതുപോലെ തന്നെ SC ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 150 രൂപയും പ്രോഗ്രാം സെലക്ഷന് 50 രൂപയുമാണ് ചാർജ് വരുന്നത്. അപ്പം ഇതാണ് എന്ത് അഡ്മിഷൻ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് രണ്ടാഴ്ചൻ്റെ താഴെ മാത്രമേ എന്തുള്ളൂ ഇതിനൊക്കെ ഡ്യൂറേഷൻ വരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്മിഷൻസ് നോക്കണം, കൊടുക്കണം. ഇനി നമുക്ക് എന്തൊക്കെ കോഴ്സുകളാണ് നമ്മളുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിലുള്ളത് എന്ന് ജസ്റ്റ് നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റിയ കോഴ്സ് ഉണ്ടോ എന്ന് അറിയാമല്ലോ. ഓക്കെ, അതിൻ്റെ എലിജിബിലിറ്റിയും കൊടുക്കുന്നുണ്ട്, ഏത് പേപ്പറാണ് എഴുതേണ്ടതുള്ളതും മെൻഷൻ ചെയ്തിട്ടുണ്ട്. MCOM ഉണ്ട്, അതുപോലെ തന്നെ MA എക്കണോമിക്സ്, അതുപോലെ തന്നെ ലൈബ്രറി സയൻസ്, പിന്നെ MBAയിൽ ഒരുപാട് സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളുണ്ട് കേട്ടോ. COQP 12 എഴുതിയ ആളുകൾക്ക് MBAയിൽ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, MBAയിൽ അപ്പാരൽ മാനേജ്മെൻറ്റ്, MBAയിൽ റീറ്റെയിൽ മാനേജ്മെൻറ്റ്, വളരെ കുറച്ച് റെയർ ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് ആണ് MBAയിലുള്ളത്. MBA ടെക്സ്റ്റൈൽ മാനേജ്മെൻറ്റ്, MBA ടെക്സ്റ്റൈൽ ബിസിനസ് അനലിറ്റിക്സ്, അതുപോലെ തന്നെ MBAയിൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കുറച്ചും കൂടി ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്സൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകളാണ് MBAയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ LLM ഉണ്ട്, അതുപോലെ തന്നെ MA മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ PG ഡിപ്ലോമ പ്രോഗ്രാം ഫിറ്റ്നസ് മാനേജ്മെൻ്റ് ഒക്കെ പുതിയ കാലത്ത് ആവശ്യമുള്ളതാണ് അല്ലേ. അതുപോലെ തന്നെ MSc എപ്പിഡോമോളജി ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. MA ഇംഗ്ലീഷ് നമ്മൾ കുറേ ആളുകൾ നോക്കുന്ന ഒരു കോഴ്സായിരിക്കും. MA ഇംഗ്ലീഷ് ഉണ്ട്. എല്ലാത്തിൻ്റെ എലിജിബിലിറ്റി ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് പറയുന്നില്ല, നിങ്ങൾ നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ MA ഹിസ്റ്ററി, MSc ജോഗ്രഫി നോക്കൂ, MSc അപ്ലൈഡ് സൈക്കോളജി, HUQP 20 എഴുതിയാൽ ആളുകൾക്ക് എനി ബാച്ചിലർ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. വിത്ത് മിനിമം 50% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ MSW അല്ലേ, HUQP 21 എഴുതിയ ആളുകൾക്കും എനി ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് കേട്ടോ. എനി ഡിഗ്രി ഉള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. പിന്നെ MSc മൈക്രോബയോളജി, MSc കെമിസ്ട്രി, അതുപോലെ തന്നെ MSc കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കോഴ്സുകളാണ് ഇവിടെ ഉള്ളത്. MSc അപ്ലൈഡ് ജിയോളജി കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ MSc ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. MSc ബയോടെക്നോളജി, MTech പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ MSc മാത്സ്, MSc ഫിസിക്സ്, MSc സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കോഴ്സുകളാണ്, 33 കോഴ്സുകളുണ്ട്. അതിൽ 3-4 PG ഡിപ്ലോമ കോഴ്സുകൾ
നോക്കിയാൽ 29-30ഓളം എന്തുണ്ട് PG പ്രോഗ്രാമുകൾ നമുക്ക് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്ടിലുണ്ട്. ഇനി നമ്മൾ അഡ്മിഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണം എന്നുള്ളത്. നമ്മുടെ ഫോട്ടോ വേണം, 10th-ൻ്റെയും +2-ൻ്റെയും അതുപോലെ തന്നെ ഡിഗ്രിയുടെയും സർട്ടിഫിക്കറ്റുകൾ വേണം, TC വേണം, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കാറ്റഗറി ഉണ്ടെങ്കിൽ SC/ST OBC NCL ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ വേണം. പിന്നെ സിംഗിൾ ഗേൾ ചൈൽഡ്, നിങ്ങൾ ഒറ്റ പെൺകുട്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഗേൾ ചൈൽഡിൻ്റെ അഫിഡവിറ്റ് 200 രൂപേൻ്റെ സ്റ്റാമ്പ് പേപ്പറിൽ അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷനിൽ ഞാൻ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെയും ഉണ്ട് സിംഗിൾ ഗേൾ ചൈൽഡ്. പിന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ ഏതെങ്കിലും മറ്റ് കാറ്റഗറിയിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെതും, അതുപോലെ തന്നെ ഇനി ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും, ഇതാണ് എല്ലാവരുടെയും മെയിൻ പ്രശ്നം അല്ലേ, എൻ്റെ അടുത്ത് മൈഗ്രേഷൻ ഇല്ല, TC ഇല്ല, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ല, ഞാൻ എന്താ കാട്ടേണ്ടത്? നിങ്ങളൊന്നും കാട്ടേണ്ട, അണ്ടർടേക്കിംഗ് ഫോം ആണ് നമ്മൾ കൊടുക്കേണ്ടത്, നോൺ സബ്മിഷൻ. അതായത് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് കൈകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു അണ്ടർടേക്കിംഗ് ഫോം എന്ത് ചെയ്താൽ മതി, പ്ലെയിൻ പേപ്പറിൽ വെച്ചാൽ മതി. ആൻഡ് അഗെയിൻ നമ്മളുടെ അഡ്മിഷൻ പ്രോസസ്സ് എല്ലാ യൂണിവേഴ്സിറ്റിക്കും സെയിം ആണ്. ന്യൂ രജിസ്ട്രേഷൻ അടിക്കുക, അപ്പം എന്ത് ചെയ്യും, ഈ ഒരു ഫോമിലേക്ക് പോകും. സെയിം നമ്മുടെ CUT ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഇതൊക്കെ കൊടുത്ത് പാസ്വേഡ് ജനറേറ്റ് ചെയ്ത് OTP വരും, പാസ്വേഡ് ജനറേറ്റ് ചെയ്തിട്ട് പ്രൊഫൈലിൽ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുക, കോഴ്സ് സെലക്ട് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്കീം വരുന്നത്. അപ്പം ഈ ഒരു പേജിലുണ്ട് കേട്ടോ സിംഗിൾ ഗേൾഡ് ചൈൽഡിന് ആവശ്യമായിട്ടുള്ള ഫോർമാറ്റ്. ഇതാണ് 200 രൂപേൻ്റെ സ്റ്റാമ്പ് പേപ്പറിലേക്ക് ചെയ്യേണ്ടത്. ഇത് വെച്ചിട്ട് നിങ്ങൾ ഒറ്റ മകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട്, സിംഗിൾ ഗേൾ ചൈൽഡ് എന്നുള്ളത്. അപ്പോൾ ഏതായാലും ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് CUTN അപ്ലൈ ചെയ്യാം. കോഴ്സുകൾ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, MCOM, അതുപോലെ തന്നെ എക്കണോമിക്സ്, MBAയിൽ ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷൻസ്. അതാണ് കൂടുതൽ ആളുകൾ നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാരമ്പര്യമൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ കോഴ്സുകൾ കുറച്ചും കൂടി നിങ്ങൾ നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും കോഴ്സുകളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് അപ്ലൈ ചെയ്യുക. നമ്മൾക്ക് സൗത്ത് ഇന്ത്യയിൽ പോയി വരാനൊക്കെ സൗകര്യമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം എന്തായാലും നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ. അതിന് കഴിഞ്ഞ 10 വർഷമായിട്ട് പെപ്പ് ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി റെവല്യൂഷനിൽ നമ്മളുടെ കൂടെയുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഒരു നോട്ടിഫിക്കേഷൻ പോലും മിസ്സാവാതിരിക്കാൻ പെപ്പിൻ്റെ CUT PG മിഷൻ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ലിങ്കുകളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ആഗ്രഹിക്കുന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടട്ടെ, നല്ല രീതിയിലുള്ള ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.